3 സ്ഥലത്തും ഞങ്ങൾ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. തർക്കമൊന്നും വേണ്ട ആർക്കും. നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും BJPയുടെ വോട്ടർമാരിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായ റിയാക്ഷൻസ് പ്രകടമായി കാണുന്നുണ്ട് ഈ നിയോജക മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് സ്വാഭാവികമായും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യതിരിക്തമായി ഒന്ന്, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാരത്തിൻ്റെ പ്രതിഫലനമായും മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. 2, BJPയുടെ ഈ പ്രതികാര രാഷ്ട്രീയമുണ്ടല്ലോ, ആ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള തിളച്ചുമറിയൽ സാധാരണക്കാരിൽ വളരെയേറെ രൂക്ഷമായി വർദ്ധിക്കുന്നു. അവരുടെ വികാരവും നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ശതമാനം പോലും സംശയമില്ല. ജയിച്ചിരിക്കും. ഈ നിശബ്ദ പ്രചരണത്തിന്റെ അവസാന ദിവസവും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമാണ് LDF ചർച്ചയാക്കുന്നത്. അവരൊരു പോസ്റ്റർ ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള പത്രങ്ങളിൽ അത് അവരുടെ ഒരു ഗതികേട്. അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ. AK ബാലൻ എന്താ പറഞ്ഞത്? CPMന്റെ മറ്റു നേതാക്കന്മാരെന്താ പറഞ്ഞത്? നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാണ് സന്ദീപ് വാര്യർ. AK ബാലൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ബാലൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നത്, വർഗീയതയെക്കുറിച്ച് പറയുന്നത്. എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണ്. പിന്നെ നാണവും മാനവും ഇല്ലാത്തവൻ ആസനത്തിൽ രാജു മുളച്ചാൽ ഓരോരോ തളയിൽ കാണുന്നവർക്കൊരു ചേരു എന്നൊരു പഴമൊഴിയുണ്ട്. അത് കേട്ട് നമുക്കങ്ങ് സഹിക്കാം. ശരി, ഓക്കെ. എനിക്കതിനെപ്പറ്റി ഇൻഫർമേഷൻസ് ഇല്ല. അത് അന്വേഷിച്ചിട്ടേ എനിക്ക് പ്രതികരിക്കാൻ പറ്റും. ആ 10 പോയിട്ടുണ്ടെങ്കിൽ 1000 വന്നിട്ടുണ്ടാവും. സന്ദീപ് വാര്യരുടെ കൂടെ എത്ര ആൾ വന്നിട്ടുണ്ടാവും? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.